ഹലോ, ഗുഡ് ഈവനിങ്, ഗുഡ് നൈറ്റ് പറയട്ടോ. അപ്പൊ നമ്മൾ എന്തൊക്കെയാ വിശേഷം? എന്റെ കുട്ടികളൊക്കെ ഹാപ്പി അല്ലേ, സന്തോഷല്ലേ? പിന്നെ വർക്കെല്ലാം കഴിഞ്ഞ് വന്ന് മേലൊക്കെ കഴുകിയോ, ചായ കഴിച്ചോ, മൊബൈൽ എടുത്ത് നോക്കിയോ? എന്നെ കാണുന്നില്ലേ മൊബൈലില്? ഞാൻ എന്തെങ്കിലും ഒരു വീഡിയോ എന്തെങ്കിലും ആണോട്ടെ, എന്തെങ്കിലും ഒരു കുക്കിംഗ് വീഡിയോ കട്ടിനി കണ്ടോ? ഒന്ന് പോയി നോക്കണേ. പിന്നെന്താ, നമുക്ക് കഥ പറഞ്ഞാലോ? അയ്യോ, നമ്മളെ സാബുവിന്റെ ശാലിനിക്ക് മറന്നുപോയോ? മറന്നു പോണ്ടോ. പിന്നെ എന്താ അറിയോ, കഥ പറയുമ്പോ നമ്മള് കുറച്ച് തിരക്കായി ഇപ്പൊ ഇവിടെ പണിക്കാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഒരു ഇതിലാണ് ഇപ്പൊ കഥ അങ്ങ് മുടങ്ങിപ്പോയത്. എന്നാലും ഞാൻ അവിടെ എപ്പോഴെങ്കിലും ഓരോന്ന് ഇടുന്നുണ്ട്. കാരണം മറന്നുപോയാൽ പിന്നെ നമുക്കായാലും പിന്നെ അത് കാണാൻ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ലാന്ന്. അപ്പൊ കാണുന്നവരുണ്ടാകുമ്പോ കാണണ്ടേ. അപ്പൊ എന്റെ കുട്ടികൾക്കൊക്കെ എന്റെ ഹൃദയം നിറഞ്ഞ ഗുഡ് ഈവനിങ്ങും പറഞ്ഞിട്ട് ഗുഡ് നൈറ്റ് പറഞ്ഞിട്ട് നമ്മള് ടാറ്റ ബൈ ബൈ പറഞ്ഞ് ഒരുങ്ങാൻ പോട്ടാ. ഇപ്പൊ 8 മണിയായിട്ടുള്ളൂ. പിന്നെ ഇന്ന് കളിയുണ്ട്. പിന്നെ ക്രിക്കറ്റ് ഇല്ലേ, ഫുട്ബോളാണ്, ശ്രദ്ധിച്ചില്ലാന്ന്. ഫുട്ബോൾ ആയിരിക്കും. അപ്പം പിന്നെ എന്തൊക്കെയാ, ഹാപ്പി അല്ലേ, സന്തോഷല്ലേ? അതൊക്കെ നമ്മൾ പറഞ്ഞ് തന്നെ പറയാം. നമ്മളെ സാബുമാരി ശാലിന്റെ വിശേഷമൊക്കെ എന്തൊക്കെയുണ്ട്? ഒന്നുമില്ല, അവിടെ കല്യാണത്തിന്റെ പറദീസ നടക്കുകയാണ്. ശാലിനി ഹാപ്പി ആയിട്ട് വീട്ടിലേക്ക് പോയതല്ലേ, മറന്നുപോയോ? സാബുമോന് പോകാനുള്ള വിസയൊക്കെ റെഡി ആയിട്ട് നമ്മളെ സലീമ് വരുന്നുണ്ട്. അങ്ങനെയുള്ളതിലാണ് സാബ് ഇങ്ങോട്ട് വരികയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കല്യാണമൊക്കെ അടിച്ച് പൊളിച്ച് വീശൊക്കെ ആഘോഷിച്ച് ഇവിടെ സാബ് ദുബായിക്ക് പോവും. അപ്പൊ ഇവിടെ വീട്ടിൽ വന്നതും അമ്മ ഉണ്ടാവും അടുക്കള എപ്പോഴും പണിയുണ്ടാവും. എന്നെ പോലെ പണിയാണ്. വിഷം കൊടുക്കും. ഞാൻ പിന്നെ കുറെ കടന്നുറങ്ങൊക്കെ ചെയ്യൂട്ടോ. പിന്നെ ഇവിടെ എന്തെങ്കിലും വിശേഷം ഉണ്ടെങ്കിലും ഒക്കെ ഉണ്ടാവുള്ളൂ പണി. അല്ലെങ്കിൽ എന്ത് പണിയാ, ഒരു പണിയില്ല. നമ്മളെ ഉണ്ണിയേട്ടൻ ഒരു ചോറും ചാറും ഒരു മീൻ പൊരിച്ച മതി തന്നെ. അങ്ങനെ അവള് മെല്ലെ പോയിട്ട് വേഗം, അല്ലെങ്കിൽ വേഗം ബാത്റൂം പോയി അവള് മേലെ കഴിയാം. അവള് വേഗം പോയിട്ട് അമ്മൻ്റെ അരക്ക് ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് അമ്മ അങ്ങോട്ട് തിരിഞ്ഞ് കഴിക്കും. അപ്പൊ അമ്മ ഇങ്ങനെ തിരിഞ്ഞു നോക്കും. എന്താ നിൽക്കും. എന്താ പറയാ, ചോട്ട് പറയാമേ, സാബുവിന് പോകാനുള്ള പിന്നെ വിസിക്ക വരുന്നു എന്നൊക്കെ സലീമ് വരുന്നുണ്ടാവില്ല. അപ്പൊ അമ്മയ്ക്ക് എന്തേ കല്യാണത്തിനുണ്ടാവില്ലേ? കല്യാണം കഴിഞ്ഞിട്ടാണ് അമ്മേ, കല്യാണം കഴിഞ്ഞിട്ടാണ് അവന് പോണ്ടത്. വിഷുവും കഴിഞ്ഞിട്ടാണ് പോണത്. അപ്പൊ നമ്മളെ ഡേറ്റ് എന്തേനി? അങ്ങനെ നമ്മളെ കല്യാണവും കഴിഞ്ഞ് പിന്നെ വിഷുവും കഴിഞ്ഞിട്ട് പോയാൽ മതി അമ്മ ആണല്ലേ. അപ്പോൾ അമ്മയ്ക്കൊരു സന്തോഷമൊക്കെ ആയിട്ടോ. അല്ലേ ഇത് വെറുതെ പറയാണോ? പിന്നെ അങ്ങനെയൊക്കെ ഒരു പെൺകുട്ടികളെ കൊടുക്കുമ്പോൾ നല്ലയിടത്തേക്ക് കൊടുക്കാനല്ലേ ഏത് അമ്മമാർക്കും നല്ല ജോലിയുള്ള നല്ലൊരു സെറ്റപ്പുള്ളൊരു ചെക്കന് കൊടുക്കാനാണ് എല്ലാവർക്കും ഇഷ്ടമുണ്ടാവാം. അങ്ങനെ തന്നെയാണ്. അപ്പോൾ അമ്മയ്ക്ക് ഇച്ചിരി സന്തോഷമൊക്കെ ആയിട്ടാ. അപ്പോൾ വളരെ അമ്മ ഞാൻ മേലേക്ക് വരട്ടോ പറഞ്ഞാൽ അമ്മയ്ക്ക് ഒരു ഉമ്മയൊക്കെ കൊടുത്ത് അങ്ങനെ അവൾ മേലൊക്കെ കഴുകി വന്ന് നല്ല നാമജപമൊക്കെ ആയിരിക്കും. അപ്പോൾ ഇടയ്ക്കൊക്കെ സന്തോഷം വരുമ്പോൾ അവൾ അവിടെ ഇരുന്ന് ജപിക്കുള്ളൂ, അല്ലെങ്കിൽ കുറിയൊക്കെ തൊട്ടിട്ട് എന്നാലും നാമ ജപിക്കട്ടോ. അങ്ങനെ മോൻ്റെ പിന്നെ കളിയൊക്കെ കഴിഞ്ഞ് സ്കൂളിട്ട് വന്ന പറഞ്ഞാൽ കുറച്ച് കളിക്കാനൊക്കെ പോകും. കളിയൊക്കെ കഴിഞ്ഞ് വന്നാൽ പിന്നെ ചേച്ചാറ് മറ്റാ ദീപം കത്തിച്ച കണ്ടില്ലേ, ഇപ്പോഴും മേലേക്കില്ല, വേഗം വന്ന് നാമ ചോദിച്ചാള്, ഇനി ചേച്ചി വാക്കാൻ കൊണ്ട് എത്തിച്ചാള്, ഞാൻ മേലേക്ക് വരുമ്പോൾ അതൊക്കെ കെട്ടുമോ എന്നൊക്കെ പറയിച്ചൊക്കെ. അങ്ങനെ വന്നാൽ പിന്നെ ഹോമയിലേക്ക് വന്നാൽ പിന്നെ ചായ കുടിക്കില്ല. ഒരു രണ്ടാളും കൂടി മേശപ്പുറത്തിരുന്ന് ചായ കുടിക്കുമ്പോൾ പറയും, മോട്ട പിന്നെ സാപ്പാട്ടിൻ്റെ വിസയൊക്കെ വന്നിക്കണം. അയ്യോ, നമ്മളെ സാപ്പാട്ട് കല്യാണത്തിനുണ്ടാവില്ല ചേച്ചി, കല്യാണമൊക്കെ ഉണ്ടാവും, കല്യാണത്തിന് വിഷും കഴിഞ്ഞിട്ട് പോയാൽ മതി. പിന്നെ അവർ ആണല്ലേ, അയ്യോ സന്തോഷമായില്ലേ ചേച്ചി, സന്തോഷമായി എന്നൊക്കെ പറയാം. അങ്ങനെ അന്ന് അവർ അച്ഛനെ കാത്തുക ചോറും നാനൊക്കെ കേട്ടോ. കാരണം വെച്ചാൽ എനിക്ക് സന്തോഷമുള്ള ദിവസം ഏട്ടനെയും അച്ഛനും ഒക്കെ കാണണം. അങ്ങനെ അച്ഛനൊക്കെ വന്നാൽ എല്ലാവരും ചോറൊക്കെ കഴിക്കുമ്പോൾ പറയും, അച്ഛാ ഡ്രസ്സ് എടുക്കാൻ പറ്റേ പിന്നെ കാർത്തികേൻ്റെ അടുത്തൊക്കെ പറഞ്ഞിട്ട് ഞായറാഴ്ച നമുക്ക് പോയിക്കാളാന്ന് പറയും. അങ്ങനെ ഓരോ ദിവസം അങ്ങനെ നിരങ്ങി ഞായറാഴ്ച വരെ ഡ്രസ്സ് എടുക്കാൻ രാവിലെ തന്നെ എല്ലാ പണിയൊക്കെ കഴിക്കും. അങ്ങനെ ഉഷമായ എല്ലാ പണിയൊക്കെ കഴിക്കുക. രാവിലെ പിന്നെ ഒരു 10-11 മണിയാകുമ്പോൾ പോവുള്ളൂ. ഇറ്റിങ്ങളെല്ലാവരും വരണം. അപ്പം അച്ഛൻ പറയും കടയൊന്നും തുറക്കണില്ലായിരുന്നു. അച്ഛനും വന്ന് ആദ്യമായിട്ട് വീട്ടിൽ. അങ്ങനെ പിന്നെ വെള്ളമൊക്കെ നിറയ്ക്കണ്ടേ. അങ്ങനെ അച്ഛൻ പോകുമ്പോഴാണ് വേഗം വെള്ളമൊക്കെ നിറച്ചിട്ട്. അപ്പോൾ ഉള്ളൊരു ശാലിനൊരു അച്ഛൻ വെള്ളമൊന്നും നിറയ്ക്കാൻ പോകണ്ട അച്ഛപ്പോൾ നല്ല നേരം വെളുത്ത ആൾക്കാർ കണ്ട മോശമാണ് എന്നൊക്കെ പറയും. അപ്പം അച്ഛൻ പറയും, ഇനിയിപ്പോൾ വെള്ളം നിറയ്ക്കൽ അങ്ങോട്ട് വിട പറയല്ലേ, നമ്മളെ കാർത്തികയും നമ്മളെ ശാലിമോളൊക്കെ അല്ലേ, അതന്നെ അച്ഛൻ വെള്ളമൊന്നും നിറയ്ക്കേണ്ടാന്ന് പറയും. അപ്പോൾ എന്താടി അനക്ക് ഞാൻ വെള്ളം കൊടുക്കുന്നില്ലേ, എൻ്റെ മരുവക്കും ഞാൻ വെള്ളം കൊടുക്കുന്നൊക്കെ അച്ഛൻ പറയും. അങ്ങനെ അവള് പിന്നെ കൊടായിട്ടോള് വെള്ളത്തിന് പോയാലുണ്ടാവില്ലേ പല്ലേച്ചും കൊണ്ട് ഇവിടെ സമ വന്നിക്കണ്. അപ്പോഴേക്ക് സമപ്പം വന്നേ
അവർ ഇന്നലെ രാത്രി വന്ന്. ആണോ? ഞാൻ ഇന്നലെ രാത്രി വന്നപ്പോൾ ഞാൻ വിചാരിച്ചടി. എന്ത് വിചാരിച്ച്? ഞാൻ എൻ്റെ വീട്ടിലേക്ക് വരട്ടെ. വേണ്ടട്ടോ, അന്ന് വന്ന ഒരു കഥയൊന്നും എങ്ങനെയോ എത്തിപ്പോയത്. നമ്മളെ സ്വാമിജി പറഞ്ഞതിനെ കൊണ്ട് ദൈവം കൊണ്ടുവന്നത്. അയ്യൊന്നും അങ്ങനെയൊന്നും ചെയ്യരുത് സംഭവം. പിന്നെ എന്നെ കിട്ടണം കൂടി ഇല്ലാണ്ട് ഇപ്പോൾ ഇല്ലടി, ഞാൻ അങ്ങനെയൊന്നും ചെയ്യൂലടി. ഇനി അങ്ങനത്തെ വിവരക്കേടൊന്നും ചെയ്യില്ല. അന്ന് തന്നെ ഞാൻ എൻ്റെ പ്രാന്തിന് വന്നു പോയതാണ്. ഇനി നട്ടപ്പാതിരിക്ക് എൻ്റെ വീട്ടിലേക്ക് വരണ്ട വിചാരിച്ചിട്ട് ഇതൊക്കെ പറയാം. എൻ്റെ പല്ലിച്ച് ഇങ്ങനെ തുപ്പിട്ട് പറയാം, ഇനി പോവാനായില്ലേ? പോവാനായി. ശാലിനി എനിക്ക് ഞാൻ പിന്നെ സലീമിൻ്റെ നമ്പർ തരണ്ട കേട്ടോ. പിന്നെ നമ്മൾ തിരക്കൊക്കെ ആയിട്ട് കണ്ടുമുട്ടിയില്ലെങ്കിൽ. കണ്ടുമുട്ടാണ്ടിയോ? നമ്മളെ വീട്ടിൽ കല്യാണമല്ലേ, സാബു അവിടെ തന്നെ ഉണ്ടാവില്ലേ? എടി, ഞാൻ അവിടെ തന്നെ നിൽക്കുമ്പോൾ എന്തെങ്കിലും തോന്നുന്നു. ഞാൻ അങ്ങനെ വരാത്തല്ലേ. സുഗന്ധിൻ്റെ വീട്ടിലൊന്നും കല്യാണത്തിന് പോയില്ല. സുഗന്ധിൻ്റെ വീട് മരിയ, എൻ്റെ വീട് സാബുൻ്റെയും കൂടി വീടല്ലേ. അതൊക്കെയാണ് അമ്മേൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു കേട്ടോ. പറഞ്ഞോ? അപ്പോൾ പിന്നെ അമ്മേൻ്റെ അടുത്ത് ചോദിച്ച് സാബു പോയപ്പോൾ എന്താടി ഓന അങ്ങനെയൊക്കെ പറഞ്ഞത് എന്നൊക്കെ ഞാൻ പറഞ്ഞേ. എന്നിട്ട് അമ്മേൻ്റെ പറഞ്ഞേ, അമ്മയ്ക്ക് ആദ്യമൊക്കെ വിഷമേനി. സാബുവിൻ്റെ എടുത്തുചാട്ടം കൊണ്ട് തരാനൊന്നും വലിയ മനസ്സൊന്നുമില്ല. ഞാൻ പറഞ്ഞു സാബുവിനെ അല്ലാണ്ട് ഞാൻ ആരും കിട്ടൂല എന്ന് പറഞ്ഞു. അപ്പോൾ പറയും അങ്ങോട്ട് കടി, ഞാൻ ബക്കറ്റ് കൊണ്ട് മേടിക്കും. എന്നിട്ട് വെള്ളം മറിച്ചിട്ട് പറയും കൊണ്ടേ പറഞ്ഞു ഞാൻ അവിടെ വെക്കാറ്. അപ്പോൾ ഓളൊരു ഒക്കത്ത് കൊടുക്കുക. അപ്പോൾ ഒക്കത്ത് വെക്കണ്ടടി. അപ്പോൾ എന്താ ഒക്കത്ത് വെച്ചാൽ? ഒക്കത്ത് വെച്ചാൽ ഊരവേനൊക്കെ വരടി, ബുദ്ധിമുട്ട് പിന്നെ കേൾക്കും. അപ്പോൾ ഓളൊരു അപ്പം അങ്ങോട്ട് അനുഭവിച്ചുകൊണ്ടിട്ടോ. അത് കേട്ട് ആ ബക്കറ്റ് വെള്ളം കൊണ്ട് കൊടുക്കുമ്പോൾ പറയും നിക്കടി നിറങ്ങാണ്ട് എന്ത് ചെയ്യുക. ആ ബക്കറ്റിൽ വെള്ളം കുറച്ചങ്ങോട്ട് ചെറിയ ബക്കറ്റിലേക്ക് കൊരും. ഇറങ്ങിയെടുത്ത എന്താ സാബ് നിറച്ചു. വേണ്ട അതെല്ലാം കൂടി വെയിറ്റ് എടുത്തിട്ട് എൻ്റെ ശാലിനിക്ക് വയ്യാതെയോ. ഭയങ്കര സ്നേഹം. അങ്ങനെ അവൾ വേഗം വെള്ളം അങ്ങനെ നിറയ്ക്കും. സാബ് പിന്നെ മുക്കി കൊടുക്കും. അപ്പോൾ പിന്നെ യുവജിക്ക് എന്താടി അവിടെ ചായക്ക്? അവരെ പത്തിരിയും കടലക്കറിയാടാ. അവരെ ആണോ? നിങ്ങളെ വീട്ടിലെന്താ? നമ്മളെ വീട്ടിലെന്താന്ന് ആർക്കറിയാം. നമ്മൾ പൂളിട്ടാൻ പിന്നീട് ഞാൻ വരുന്നത് അറിയില്ലല്ലോ. എന്നിട്ട് എന്തേ സാബുവിന് പത്തിരിയും കറി വേണം? കിട്ടിയാലൊക്കെ വേണ്ടിയില്ല. എന്നാൽ ഞാൻ വരുമ്പോൾ കൊണ്ടുതരാം. ആ മോശമല്ലടി. ആ സാറില്ല, ഞാൻ അമ്മൻ്റെ അടുത്ത് നിന്ന് കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്നോട്ടോ പറയാം. അവന് പോകാൻ പല്ല് വെച്ചാൽ കണ്ടും കലയുമ്പോൾ ഇരിക്കുകയാണ്. ഇവിടെ വരുമ്പോൾ വെള്ളം മുക്കി കൊടുക്കുകയാണ്. അങ്ങനെ ഇവിടെ പിന്നെ ഒക്കത്ത് വെച്ച് ഓലേസം മുക്കി കൊടുക്കുള്ളൂ. പിന്നെ ചപ്പടത്തിൽ നിറച്ചും വേണം, അല്ലെങ്കിൽ തുളുമ്പെന്ന് അറിയുള്ളൂ. അങ്ങനെ പിന്നെ ബക്കറ്റ് വെള്ളമായിട്ട് പോയാലും അവിടെ ഇരുന്ന് ഇങ്ങനെ പല്ലിക്ക് വയ്ക്കിട്ട. അപ്പോൾ പിന്നെ വാട്സപ്പിൽ എന്തോ മെസ്സേജ് എന്നാൽ അങ്ങനെ പിന്നെ ഇവിടെ അടുക്കള ചെല്ലും. അടുക്കള ചെന്നാൽ അമ്മ പത്തിരിയൊക്കെ ചുട്ട് കഴിഞ്ഞിട്ട് കടലക്കറിയിൽ വറവ് ഇടയ്ക്കിട്ടോ. പിന്നെ തേങ്ങാക്കൊത്തൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ നല്ല ഭംഗിയിൽ വറവ് ഇടയ്ക്കും. അപ്പോൾ അമ്മേ നല്ല സ്മെല്ലൊക്കെ ഉണ്ടല്ലോ. ഇങ്ങനെ തന്നെയല്ലേ ഞാൻ കറിക്കൽ. അമ്മ പത്തിരി ഉണ്ടോ? പിന്നെ പത്തിരി. അമ്മേ എന്താ? സാബുവിന് അവിടെ പൂള കുഞ്ഞ. അതിന് സാബുവിനോട് പറഞ്ഞു അമ്മ എന്താടി ചുട്ടത്? എനിക്ക് വെള്ളമൊക്കെ കോരി തന്നതാണ്. വെള്ളം കോരി തരുന്ന ആരെ കാണടി? ആരും കണ്ടാലും എൻ്റെ ഫ്രണ്ടല്ലേ, ഞങ്ങൾ ചെറുപ്പം മുതലേ ഫ്രണ്ട്സായിട്ട് നടക്കണല്ലേ, അതിനൊന്നും പ്രശ്നമില്ല. അമ്മ ധർണയെ കൊണ്ട് അമ്മയ്ക്ക് അങ്ങനത്തെ സംശയം. എന്നിട്ട് ഇപ്പം എന്താ പറയണേ? അമ്മ അടിപ്പിൻ പാത്രത്തിൽ 2 പത്തിരി തന്നിട്ട് 2 പത്തിരി ഒന്നും ഓന് തെയ്യടി. എന്താ പറയുക, ഈ അവിടെ നിന്ന് എടുത്തോന്ന് പറയും. അങ്ങനെ അവള് പത്തിരി വെക്കും. ഒരു 5-8 പത്തിരി അങ്ങോട്ട് വെക്കും. എന്നിട്ട് പറയും അമ്മേ ഇത് പോരാ നിൽക്കും. അല്ല ചുട്ടതൊക്കെ എടുത്തോ? ഇനിയിപ്പോൾ പറയണ്ട അമ്മേ, ലേശം കൂടി പൊടിയുണ്ട്, ഞാനത് വൈകുന്നേരത്തേക്ക് വെക്കാച്ച്. വൈകുന്നേരത്തേക്കൊന്നും വേണ്ട, ഞാൻ വന്നിട്ട് പരത്തി തന്നെ ചൂടാറ്. അങ്ങനെ കുറച്ച് കടലക്കറി ഓള് എടുത്ത് പിന്നെ മോട്ടൻ്റെ ടിഫിൻ പാത്രത്തിൽ കടലക്കറി എടുത്ത് ഈ പത്തിരി എടുത്ത് കണ്ടിട്ട് ചുറ്റുപാത്രത്തിലാക്കി 2 ഓളെന്ത് ചെയ്യും ബക്കറ്റിൽ താത്തിട്ട് ഓള് പോയിട്ട് വീട്ടിലേക്ക് വെള്ളത്തിന് പോകും. അങ്ങനെ വെള്ളത്തിന് പോകുമ്പോൾ അമ്മ മെല്ലെ മറിഞ്ഞ് ഒളിഞ്ഞെന്ന് നോക്കും. ഒളിഞ്ഞെന്ന് നോക്കിയാലുണ്ടാവും പിന്നെ ഇവള് ബക്കറ്റിൽ നിന്ന് ഇത് കൊടുക്കണം. അപ്പോൾ സാബ് എന്ത് ചെയ്യും, അത് മേടിച്ച് കിണറ്റിങ്ങലുമ്പിലേക്കും. അപ്പം അമ്മ അതൊക്കെ കാണും കേട്ടോ. പിന്നെ കടലക്കറി ഒന്ന് തുറന്നു നോക്കും. തുറന്നൊക്കെ ഇങ്ങനെ മണത്തൊക്കെ നല്ല മണമുണ്ട് എന്നൊക്കെ പറയും. അപ്പം അതൊക്കെ അമ്മ കാണും കേട്ടോ. അപ്പം അമ്മയ്ക്കില്ലേ സാബു നല്ല ഭംഗിയുള്ള ചെക്കനാണ്, സാബു ശാലിക്ക് നല്ല ചേർന്ന ചെക്കനാണെന്നൊക്കെ അമ്മയ്ക്ക് അറിയാം. അപ്പോൾ അമ്മയ്ക്കൊരു ഇഷ്ടമൊക്കെ കേട്ടോ. മണത്ത് വെക്കണൊക്കെ കണ്ടപ്പോൾ അങ്ങനെ അത് മൂടി അവിടെ വെച്ചിട്ട് വെള്ളം നിറച്ച് വെക്കണം. അമ്മ ഇങ്ങനെ കാണുക. അങ്ങനെ വെള്ളം നിറച്ച് പിന്നെ വളരെ വേഗം പത്തിരി അവിടെ കൊണ്ടുവച്ചിട്ട് ഇനി വരണ്ട കേട്ടോ, എനിക്കൊരു ബക്കറ്റും കൂടി ഉള്ളൂ. അത് ഇനി അമ്മ ആരെയും കൊണ്ടുവരും. ഞാൻ വരുമല്ലോ, എനിക്ക് കുളിക്കണമെന്ന് ഡ്രസ്സൊക്കെ എടുക്കാൻ പോലെ. സാബു വരുമായിരിക്കും. എടീ എനിക്ക് വരുന്നെന്നൊക്കെ ഉണ്ട്, എന്നെ കൂട്ടുമോ? ഞാൻ ചോദിച്ചേക്കട്ടെ, പാലേട്ടനെ കൂട്ടുണ്ടോയെന്ന് അറിയില്ല. ഏട്ടനെ കൂട്ടുണ്ടേ ഞാനേടി. എന്താ വന്നാലും സാബു അടക്കം ഞാൻ അമ്മൻ്റെ അടുത്ത് പറഞ്ഞിട്ട് വരാട്ടോ, ഒരു ട്രിപ്പ് കൂടി വെള്ളത്തിൽ വരാതറിയാം.
അമ്മ എന്ത് ചെയ്യാറ് ഇവള് വരുന്ന കണ്ട പണ്ട് വേറെ അടുക്കളയ്ക്ക് പോന്നാൽ അതുവരെ അമ്മ അവിടെ നിൽക്കട്ടോ. അതിൻ്റെ ഉള്ളിൽ നോക്കിയിട്ട് ഒരു വർത്തമാനം പറയണത് വെള്ളം നോക്കി കൊടുക്കണതൊക്കെ കണ്ടപ്പോൾ ഒക്കില്ലേ ഓളെ ഏട്ടൻ്റെ മാതിരി തോന്നുകയാണ്, വാസേട്ടൻ്റെ മാതിരി തോന്നുക. വെള്ളം കോരി കൊടുക്കണതോ ശാലിനെ ശരിക്കും നോക്കും എന്നൊക്കെ അവൾ അതിലിങ്ങനെ മനസ്സിലാക്കാണ്. പിന്നെ അപ്പോൾ വേഗം അങ്ങോട്ട് പോന്നാൾ കേട്ടോ. അപ്പോൾ സാബുമോ എന്ത് ചെയ്യും, വേഗം കടലക്കറിയും പത്തിരി ഏറ്റിച്ചല്ലോ. അപ്പോൾ അടക്കപ്പുറത്തുണ്ടാവും അമ്മയ്ക്ക് എന്താ ഇതവിടെ വെക്കി. അവർ ഇതെന്താടാ ഇവിടെ എന്താ ചാക്കി പൂളിയാണ് മോനെ. എന്നാൽ പത്തിരിയും കടലക്കറി അതവിടെ വയ്ക്കി, ഇനി ഏട്ടനൊന്നും കൊടുത്തോടണ്ട. ഇതാരെന്ന് ശാലിനി കൊണ്ട് തന്ന അമ്മ. അവർ ആണോ? അവൾ വെള്ളത്തിന് വന്നിപ്പോൾ അവൾക്ക് ഞാൻ 2 പാത്രം വെള്ളം മുക്കി കൊടുത്തേ എന്താടി ചായക്ക് കാരണം ഞാൻ ചോദിച്ചു. അവർ പത്തിരിയും കടലക്കറി എന്നപ്പോൾ എന്നാൽ എനിക്കും കൂടെ കൊണ്ടുവരും, ഞാൻ എനിക്ക് വെള്ളം മുക്കി തന്നില്ല പറഞ്ഞിട്ട് കൊണ്ടു തന്നതാണെന്ന് പറയും. എടാ വെള്ളം മുക്കി തന്നതിന് അപ്പോൾ അതിലൊക്കെ ചോദിക്കാൻ പാടിടാ. അത് ഞങ്ങൾ ഫ്രണ്ടല്ല അമ്മയായി ചോദിക്കണേന് എന്താണെന്ന് പറയും. അപ്പോൾ പാലേട്ടുണ്ടാവും പല്ലേ വരും. ഇതെന്താ അമ്മേ? അപ്പോൾ ഇത് പത്തിരിയും കടലക്കറി ശാലിനി കൊണ്ടുകൊടുത്തതാണല്ലോ. ആർക്കമ്മേ? അപ്പോൾ സാബു ഇങ്ങനെ തിരിഞ്ഞു നോക്കും. എനിക്ക് ബാബു കൊടുത്തയച്ചാണെന്ന് എനിക്ക് അറിയാം. അണക്കല്ലോ അവിടെ ഓള് വെള്ളത്തിന് വന്നിക്കണെന്ന് വാസേട്ടൻ ലീവിലാണല്ലോ. അപ്പോൾ ഒരു ഡ്രസ്സൊക്കെ എടുക്കാൻ പോകലാണ്. അപ്പോൾ വെള്ളം കോരി നിറച്ചില്ല, അല്ലെങ്കിൽ മൂപ്പരാണല്ലോ വെള്ളമൊക്കെ കോരി നിറക്കുക. അപ്പോൾ ശാലിനി നിറയ്ക്കണം. അപ്പോൾ ശാലിക്ക് വന്ന് നിറച്ചു കൊടുക്കുകയാണ്. അപ്പോൾ വെള്ളം നിറച്ചു കൊടുക്കുന്നതിന് പത്തിരിയും കറി വേണം എന്ന് പറഞ്ഞിട്ട് കൊടുത്തയച്ചാണ്. അപ്പോൾ ബാലന് ഉണ്ടാക്കിയിട്ട് പറയാം അമ്മ തോനുണ്ടോ നോക്കിയെന്ന് പറയാം. ആടാ ഉണ്ട് എന്താ പറയുക. അപ്പോൾ നല്ല കട്ടിയുള്ള വലിയ കട്ടിയുള്ള പത്തിരി അന്നൊക്കെ ചൂടാ. ഇന്ന് നമ്മളെ നൈസ് പത്തിരിയല്ലേ. അപ്പോൾ തോനുണ്ട് എന്നാക്കി 2 എനിക്കും കഴിക്കാണ്ടില്ല അമ്മ. ഓനും പൂള ഇഷ്ടമല്ല. അപ്പം മോന് ഞാൻ നിങ്ങൾക്ക് ചപ്പാത്തി എന്തെങ്കിലും ചൂടാന്ന് വിചാരിക്കുകയിനി, അന്ന് നിങ്ങൾ വിചാരിക്കേണ്ട വേണ്ട, ഞങ്ങൾക്ക് അത് കിട്ടിയല്ലോ എന്ന് പറയും. അപ്പോൾ ഓനും ഒരു സന്തോഷമാവേ. അങ്ങനെ ഇവള് വേഗം അടുക്കള ചെന്നിട്ട് അമ്മയ്ക്ക് എന്തേ നിറച്ച് കഴിഞ്ഞാൽ ഒരു കുടം കൂടി വേണേന്, ഈ കുടത്തിലും ബക്കറ്റിലും കൊണ്ടുവെക്കണം മോട്ടത്തിന് കുളിക്കാനുള്ള വെള്ളം. എന്നിട്ട് എന്തേ വെള്ളം കോരി തരുന്ന ആൾക്ക് പലഹാരം കിട്ടിയപ്പോഴത്തേനും നിർത്തിയോ? അത് നിർത്തിയില്ല അമ്മ, അത് കൊണ്ടുവെക്കാൻ പോയതാ. ഞാൻ പറഞ്ഞിട്ട് ഒരു ട്രിപ്പും കൂടി കേൾക്കാം. എന്നിട്ട് എന്താ ഇപ്പോൾ എൻ്റെ അടുത്തേക്ക് വന്ന് അമ്മയെ ഡ്രസ്സ് എടുക്കാൻ പോകേണ്ടത് പറഞ്ഞിട്ട് അതിന് ഓന് വരണമെന്ന്. ഇന്നിപ്പോൾ ഇത്താ ശാലിനി ഇങ്ങനെ ഓരോന്നായിട്ട് വരില്ലേ, ഓൻ അങ്ങനെയൊന്നും വരാത്തതാണ്. പിന്നെ അച്ഛനേട്ടന്മാർക്ക് സംശയം തോന്നും. അതൊന്നുമില്ല അമ്മ, നമുക്ക് ബാലേട്ടനെ വിളിക്കുക. അപ്പോൾ സാബും പോന്നോട്ടെ. ഇല്ല സാബു അങ്ങനെ വരാത്തേട്ടോ. അപ്പം നമ്മളെ കൂടെ വന്നാൽ വേണേട്ടനെ തീരെ പറ്റില്ല കേട്ടോ മോളെ. ഇനിയിപ്പോൾ എന്ത് ചെയ്യും അമ്മ? അവനോട് ഞാൻ പറഞ്ഞു ഈ പോന്നോളെ എന്ത് ചെയ്യും? ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാ? അവനോട് ടൗണിലേക്ക് ഇട്ടാൽ വന്നോളാൻ പറയും. എന്നിട്ട് അവിടെ നിന്ന് കൂടാന്നറിയും. അമ്മയ്ക്ക് നല്ലവി വരണ്ടല്ലേ? എന്നാൽ ശരി അങ്ങനെ പറയാന്നറിയും. അപ്പോൾ ബാലേട്ടനെ വിളിക്കുക. ബാലനെ ബാബു വിളിച്ചിട്ടുണ്ടെന്ന് പറയും. അങ്ങനെ ഇവിടെ ചെന്നിട്ട് പറയാം സാബു എന്താ അമ്മ പറഞ്ഞ് സാബു അങ്ങനെ വരാത്തില്ലേ, അപ്പോൾ വന്നാൽ ഇനിയിപ്പോൾ എന്തേ സംശയം തോന്നിയാലോ ഓനോട് ടൗണിൽ നിന്നോളാൻ പറയുമ്പോൾ ബസ് ഇറങ്ങണം, അവിടെ നിന്നോളാൻ പറയും എന്തേ കാര്യത്തിന് വന്നിട്ട്. അപ്പോൾ ഈ കുട്ടിയെ മതിയെന്ന്. എൻ്റെ അമ്മായിമ്മക്ക് നല്ല ബുദ്ധിയൊക്കെ വെച്ചിക്കണല്ലേടി. അമ്മയ്ക്ക് നല്ല ബുദ്ധിയൊക്കെ വെച്ചിക്കണ്. എനിക്കും കൂടി ഉണ്ടായില്ലേ അമ്മേൻ്റെ. എപ്പോഴാടി ഇങ്ങനെ പോവുക? ഞാൻ എത്ര മണി വിചാരിച്ചിട്ട് അവിടെ നിൽക്കുക? സാബുന് വേറെ പണിയൊന്നുമില്ലല്ലോ. നമ്മളെ ബസ് സ്റ്റോപ്പിൽ നിൽക്കടി. സാബുന്ന ഒരു കാര്യം ചെയ്തോ, നമ്മൾ ഇറങ്ങണുണ്ടാലും ഇറങ്ങിക്കോ, എന്നിട്ട് ടൗണിലേക്ക് പറഞ്ഞിട്ട് ബസ് കയറിക്കോ. അതാ നല്ല. എപ്പോഴാണ് ഞങ്ങൾ ഇറങ്ങാമെന്നൊന്നും അറിയില്ലല്ലോ, പിന്നെ അവിടെ ഇവിടെ ആയി പോവില്ലേ. അപ്പോൾ എന്നാ അങ്ങനെ എന്തേലും ചെയ്യാല്ലേ? അങ്ങനെ എന്തേലും ചെയ്യാന്ന് പറഞ്ഞാൽ അങ്ങനെ വെള്ളം കോരി കൊടുത്ത് പറയും സാബു കുളിക്കില്ലേ? ഇപ്പോൾ സാബു ഇവിടുന്നാ കുളിക്കണേ. എന്തേ ഇവിടുന്ന് കുളിച്ചാലും ഇവിടുന്ന് കുളിക്കണ്ടേ? ഒന്നുമില്ല, ഇവിടുന്ന് കുളിച്ചാ ഒക്കെ ഷർട്ടൊക്കെ കഴിച്ചിട്ട് കുളിച്ചാട്ടാ. ഇവിടുന്ന് ഷർട്ടൊക്കെ കഴിച്ചിട്ട് കുളിച്ചാലിപ്പോൾ എന്താ? സുകന്യൊക്കെ കാണും. സുകന്യ കണ്ടാലെന്താ? എനിക്ക് ഇഷ്ടമല്ല സുകന്യ എന്ന് നോക്കണത്. അവളൊക്കെ എൻ്റെ പെങ്ങളെ മാതിരിയാടി. അപ്പോൾ ഞാൻ പെങ്ങളെ മാതിരി തോന്നിയില്ലേനി? ഞാൻ എന്നെ ആരെ മൈരും കണ്ടില്ലല്ലോ. ഈയല്ല എന്നെ എൻ്റെ ഭർത്താവായിട്ട് ചെറുപ്പത്തിലെ കണ്ട് എൻ്റെ അച്ഛനോട് തോന്നണ ഇഷ്ടമാണ് എനിക്ക്. സാബുവിനോട് ഞാൻ ചെറുതിൽ ഈ പറഞ്ഞില്ലടി ഈ നല്ല സാധനം തന്നെയാണല്ലേ എന്നറിയാം. അവരൊന്നും സാബു പറഞ്ഞ പോലെ എന്ത് ചെയ്യിച്ചപ്പോൾ വെള്ളത്തിൽ നിന്ന് വെള്ളം രസെടുത്ത് മൊത്തം കുടഞ്ഞിട്ട് ഓളാക്കി കൂട്ടാം. അപ്പോൾ നമ്മളെ കഥ ഇന്ന് ഇവിടെ സ്റ്റോപ്പ് ചെയ്യുക. 10 മിനിറ്റ് വെച്ചിട്ട് പറഞ്ഞാൽ മതി. നമുക്കൊരു ചുരിദാറിൽ വർക്ക് ചെയ്യാനുണ്ട്. ഇതിലിങ്ങനെ വർക്ക് ചെയ്യാൻ പോവാണ്. കണ്ടാ കഴുത്തടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം മുത്തുവർക്കാണ് അങ്ങനത്തെ പരിപാടിയിലൊക്കെ പോവാണ്. അപ്പം എൻ്റെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഹൃദയം നിറഞ്ഞ ഇനി നാളെ ഒരു ഡ്രസ്സ് എടുക്കാൻ പോണ കഥ കേട്ടോ. സന്തോഷങ്ങളുടെ പരദീസയാണ് ഇങ്ങോട്ടേക്ക് സന്തോഷങ്ങളുടെ പരദീസയാണെന്ന് പറഞ്ഞാൽ കല്യാണാണ്, വിഷാണ്, പിന്നെ നമ്മളെ സംഭവം പോയ സങ്കടമാണ്. അങ്ങനെ ഇവിടെ വെച്ചിട്ട് നമ്മൾ കഥ നിർത്താൻ പോവാണ്. അപ്പോഴേക്കും നമ്മളെ സഭമം കുളിച്ച് പോയിട്ട് പത്തിരിയൊക്കെ കഴിക്കുമ്പോൾ നല്ല സൂപ്പറായിട്ട് കഴിച്ച് നല്ല ടേസ്റ്റ് ഉണ്ട് എന്ന് ബാലനും ഏട്ടനും അനിയനൊക്കെ പറഞ്ഞിട്ടോ. നല്ല രസമുണ്ട് ഉഷാമൻ്റെ കറി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ബാലൻ പറയും
നല്ല രസമുണ്ട്, അമ്മ അങ്ങോട്ട് പോയത് അടക്കൊന്നും കഴിക്കാലോ എന്നൊക്കെ പറയട്ടോ. അങ്ങനെ ഏട്ടന് സന്തോഷമാണ് സാബു ദുബായിക്ക് പോകണ വിസ വന്നതെന്ന് പറഞ്ഞാൽ അമ്മയ്ക്കൊക്കെ സന്തോഷമാണ്. അങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കുക കേട്ടോ. അപ്പോൾ നമുക്കിവിടെ ഗുഡ് നൈറ്റ് പറഞ്ഞല്ലോ. എൻ്റെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഹൃദയം നിറഞ്ഞ സ്നേഹവും സന്തോഷവും സമാധാനം. നമ്മൾ സ്റ്റാൻഡ് അങ്ങനെ കിടക്കലൊന്നും ഇരുന്ന് പറയാൻ പറ്റില്ല, കുന്തം പോലെ നിൽക്കുക. ഞാനൊരു സ്ഥാനത്തിൻ്റെ മുകളിൽ നിർത്തിയതാണ്. അപ്പോൾ മോൻ പറഞ്ഞിട്ടുണ്ട് എന്തായാലും അമ്മയ്ക്ക് ഞാൻ ഓർഡർ ചെയ്ത് തരാം, ചിലപ്പോൾ ഞങ്ങൾ നാളെ ടൗണിൽ പോകുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യമായിട്ട് മോൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് പോകാനാണ് ടൗണിൽ. അപ്പോൾ നമ്മൾ സീവാവിൻ്റെ പിന്നെ ബെൽറ്റ് പൊട്ടിയിട്ട് ഇപ്പോൾ ഓന് എവിടെയും പോകുമ്പോൾ എവിടെയും പോകുമ്പോൾ തന്നെ ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോൾ ഒരു നല്ല ഗോൾഡൻ കളർ ചങ്ങലൊക്കെ ഉള്ള ഒരു കുഞ്ഞ് ബെൽറ്റ് കൂടിയിട്ടുള്ള ഇതാണ്, അതിട്ട് കൊടുത്തിക്കാൻ. അപ്പോൾ നാളെ അത് വാങ്ങേണ്ടതുണ്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ടാറ്റ ലവ് യു ഉമ്മ. ഹൃദയം നിറഞ്ഞ സ്നേഹവും സന്തോഷവും സമാധാനം ഒക്കെ തന്നുകൊണ്ട് ടാറ്റ ലവ് യു ഉമ്മ. ചക്കരമ്മ പഞ്ചാരമ്മ. കാണുണ്ടോ ടാറ്റ.